ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാനിട്ട കീം സ്കോർ കാൽക്കുലേഷൻ വീഡിയോയിൽ ഫാർമസിയുടെ എങ്ങനെയാ ബി ഫാമിന്റെ എങ്ങനെയാന്നൊക്കെ ചോദിച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഫാർമസിയുടെ സെപ്പറേറ്റ് ആയിട്ട് പറയാമെന്ന്. നമുക്കറിയാം കീമിന്റെ ഫാർമസി എക്സാമിന് മെയിൻ ആയിട്ട് 2 സബ്ജക്റ്റേ ഉള്ളൂ, കെമിസ്ട്രിയും ഫിസിക്സും. ബി ഫാമിനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് കെമിസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് കാൽക്കുലേഷനിൽ കെമിസ്ട്രിക്ക് ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് കെമിസ്ട്രിയിൽ ഒരു 120 മാർക്കാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 120 × 2.25 ചെയ്യണം. ഇപ്പോൾ നമുക്ക് എത്ര മാർക്കാണോ കിട്ടിയിരിക്കുന്നത് ആ മാർക്കിൻ്റെ കൂടെ 2.25 ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 120യുടെ കൂടെ 2.25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 270 ആണ്. അങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രിയുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്സിൻ്റെ മാർക്ക് എടുക്കുന്നു. ഫിസിക്സിൻ്റെ മാർക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 270 പ്ലസ് ഇപ്പോൾ ഒരു ഫിസിക്സിന് നമുക്കൊരു 180 മാർക്കാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 270 പ്ലസ് 180 ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടോട്ടൽ നമുക്കൊരു 450 മാർക്ക് കിട്ടും. ആ 450നെ നമ്മൾ ഇൻറ്റു 2/3 ചെയ്യും. 2/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് 300 ആണ്. നമ്മുടെ ഈ ഒരു ഫാർമസി എക്സാം ടോട്ടൽ വരുന്നത് 480ലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്കോർ അനുസരിച്ച് അവസാനം റാങ്ക് വരുന്നത് 300 ആണ് 480ൽ. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതും എല്ലാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫാർമസിക്ക് നമ്മൾ ഹയർ സെക്കൻഡറിയിലെ മാർക്ക് ആഡ് ചെയ്യുന്നില്ല, ഒൺലി കീം എക്സാമിൻ്റെ മാർക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു എക്സാമിന് 2 പേർക്ക് സെയിം മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. 2 പേർക്കല്ല, കുറേ പേർക്കൊക്കെ സെയിം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷന് പരിഗണിക്കുന്നത്, ആരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും. അത് വേറെ ഒന്നും നോക്കിയിട്ടല്ല, ആർക്കാണോ കെമിസ്ട്രിയിൽ കൂടുതൽ മാർക്ക് അവരെ ആയിരിക്കും പരിഗണിക്കുന്നത്. ഇപ്പം അതിലും നോക്കിയിട്ട് 2 പേർക്കും സെയിം ആണെങ്കിൽ നമ്മുടെ ഏജ് അനുസരിച്ചായിരിക്കും നോക്കുന്നത്. സോ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.